ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിന്തുണച്ച കെ സുധാകരൻ MP. രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ്. താൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിശ്വസിക്കുന്നില്ല. രാഹുൽ കോൺഗ്രസിൽ സജീവമായി രംഗത്ത് വരണമെന്നും കെ സുധാകരൻ പറഞ്ഞു. വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി CPM BJP-ക്കാർ നടത്തുന്ന ഒരു ശ്രമമാണ് അതിൻ്റെ പിറകിൽ. ഒരു സത്യാവസ്ഥയും അതിൻ്റെ അകത്തില്ല. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ് അവൻ. ഞാനതൊക്കെ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ അതെല്ലാം മറുപടിയെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ വാസ് റോങ് എന്ന് തോന്നി. ഞാൻ അവനെ വിളിച്ചു, ഇന്നലെ സംസാരിച്ചു. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവനെക്കുറിച്ച് തർക്കങ്ങളില്ല. അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുന്നു. പറയൂ റഹീസ്, ഏത് സാഹചര്യത്തിലാണ് കെ സുധാകരൻ MP ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്? SK സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ സൈബർ പേജുകളിലും ഒക്കെ ഒരു പറച്ചിലുണ്ട്. അതായത് കെ സുധാകരൻ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിരെ പാർട്ടി നടപടി എടുക്കുമായിരുന്നില്ല, അദ്ദേഹത്തിനെ മുന്നിൽ നിർത്തി തന്നെ പാർട്ടി പോകുമായിരുന്നു. ഏതാണ്ട് അതിനെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കെ സുധാകരന്റെ ഈ ഒരു പിന്തുണ വരുന്നത്. അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിലൊരു തെറ്റ് ചെയ്തതായി താനോ പാർട്ടിയോ കരുതുന്നില്ല എന്ന് സുധാകരൻ പറയുകയാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം സജീവമായി തന്നെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകണം എന്ന് അദ്ദേഹം പറയുന്നു. അതായത് നേരത്തെ രമേശ് ചെന്നിത്തലയൊക്കെയും 24-നോട് നടത്തിയ വെളിപ്പെടുത്തൽ, അത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെയും പറയുന്നതും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചാരണത്തിന് ഇറങ്ങുക പോലും വേണ്ടെന്നാണ്. അവിടെയാണ് കെ സുധാകരൻ പറയുന്നത് അദ്ദേഹം സജീവമായി രംഗത്തിറങ്ങണം, അദ്ദേഹം അങ്ങനെ വീട്ടിലിരിക്കേണ്ട കാര്യമില്ല, ഒപ്പം തന്നെ അദ്ദേഹവുമായി വേദി പങ്കിടാൻ തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഈ കുറേ ചെറുപ്പക്കാരെയൊക്കെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന, അവർക്ക് കുറേ അധികം ആശയങ്ങൾ നൽകാൻ കഴിയുന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള രീതിയിലാണ് കെ സുധാകരൻ MP പറയുന്നത്. അതിനപ്പുറം ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അത് BJP-യുടെയും ഒപ്പം തന്നെ CPM-ന്റെയും ചില അജണ്ടകളുടെ ഭാഗമായി അദ്ദേഹത്തിനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ അത് താൻ വിളിച്ച് അന്വേഷിച്ചിരുന്നു, കാര്യങ്ങൾ തിരക്കിയിരുന്നു, അതിലൊരു കുഴപ്പവുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അത് കോൺഗ്രസിന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്, തനിക്ക് വിശ്വാസമുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുകയാണ്. അത് തെരഞ്ഞെടുപ്പ് പര്യടനത്തിനായാലും ഒപ്പം തന്നെ പാർട്ടിയുടെ ഏത് കാര്യത്തിലായാലും അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ കെ സുധാകരൻ MP പോലെയുള്ള ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിന് പരസ്യ പിന്തുണയുമായി വരുന്നു. ഒപ്പം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നു, പാർട്ടിക്ക് വിശ്വാസമാണെന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹം സജീവമായി രംഗത്തുണ്ടാകണമെന്ന് പറയുന്നു. എന്തായാലും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ ഇക്കാര്യത്തിൽ രണ്ട് അഭിപ്രായമുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ കൂടുതൽ വ്യക്തമാവുകയാണ്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.